ഹലോ, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വീഡിയോ. സോ നിങ്ങളിത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, എൻ്റെ കല്യാണശേഷമുള്ള ആദ്യത്തെ ലോങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കല്യാണത്തിൻ്റെ പുറകെ തന്നെ ഓണമൊക്കെ വന്നത് കാരണം ഇച്ചിരി ബിസിയായി പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോസ് എടുക്കാനോ എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യാനോ ഉള്ള ടൈം കിട്ടിയില്ല. ഇത് സത്യം പറഞ്ഞാൽ അവിട്ടത്തിൻ്റെ അന്ന് എടുത്ത കുറേ ക്ലിപ്പിങ്സ് ആണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഗാലറിയിൽ നോക്കിയപ്പോൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കരുതി എങ്കിൽ പിന്നെ അത് എഡിറ്റ് ചെയ്ത് ഇടാമെന്ന്. അതാണ് ഇത്രയും താമസം വന്നത്. അതുപോലെ തന്നെ ഈ വർഷം എൻ്റെ വീട്ടിൽ ഓണം ഇല്ലാത്തത് കാരണം എല്ലാ ഓണപരിപാടികളും അനന്തുവിൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ. അപ്പം ഇത് കറക്റ്റ് പറയുകയാണെങ്കിൽ അവിട്ടത്തിൻ്റെ അന്ന് അനന്തുവിൻ്റെ ഇരവിപുരത്തുള്ള മാമൻ്റെ വീട്ടിലുള്ള ഓണാഘോഷ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇതിലെ പല കാര്യങ്ങൾക്കും എനിക്ക് സെപ്പറേറ്റ് വോയിസ് ഓവർ കൊടുക്കാൻ അങ്ങനെ എനിക്ക് തോന്നിയതേ ഇല്ല. കാരണം കുറേ ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ് ആണ് കേട്ടോ എൻ്റെ ലൈഫിൽ ആ ഒരു ദിവസം ഉണ്ടായെന്ന് പറയുന്നത്. അപ്പം ഓരോന്നിനും സെപ്പറേറ്റ് എടുത്ത് കൊടുത്താൽ അതിൻ്റെ ഒരു എന്താ പറയുക ഭംഗി അങ്ങ് പോകും. അതുകൊണ്ടാണ് ഞാൻ മൊത്തത്തിൽ ഒരു വോയിസ് ഓവർ കൊടുക്കുന്നത്. ആൻഡ് പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഈ ഒരു ദിവസം അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന പല കാര്യങ്ങളും എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ നടക്കുന്നത്. ആൻഡ് ഐ എം സോ താങ്ക്ഫുൾ ടു ഗോഡ്. അപ്പോൾ അവിട്ടത്തിൻ്റെ ചില കുറച്ച് ക്ലിപ്പിങ്സ് അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പം ഞങ്ങളുടെ ഓണാഘോഷ പരിപാടികൾ ഇത്രയൊക്കെ ആയിരുന്നു. ഫുഡും കളിയും ചിരിയും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. അങ്ങനെ പ്രത്യേകിച്ച് ഞാൻ കൂടുതൽ പറഞ്ഞ് കൊളമാക്കുന്നില്ല. എല്ലാവരും വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് ഓൾസോ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. മുത്താളം മുടിതാളം കളിയാടും നാടേ നിൻ തുഞ്ചത്ത്, മുത്തോളം മുകിലോളം മലയാളം പാടും നിൻ തീരത്ത്. അപ്പം ഞങ്ങളുടെ കുട്ടി ഓണം സെലിബ്രേഷൻ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. ലേറ്റായിപ്പോയി എനിക്കറിയാം, ബട്ട് സ്റ്റിൽ എല്ലാവരും വീഡിയോ കാണുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ.